ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാമുകളൊക്കെ വകാന യഅമലുൽ മൗലിദ ശരീഫ ഫി റബീഉൽ അവ്വലി ബഅതവൽ ഇഹ്തിഫാലൻ ഹായിലൻ എന്ന് പറഞ്ഞു. ഇതാ ഇബ്നു കസീറിന്റെ അൽബിദായാണ്. ഔ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇന്നമൽ ഈത്തിബാദു അലാ നല്ലത് വല്ല ആമുഖത്തിൽ തന്നെ 1-ാമത്തെ വാള്യത്തിന്റെ 15-ാമത്തെ പേജിൽ ഇതാ കിതാബ് ഒക്കെ കിതാബുണ്ട്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താണ്, സമയമല്ലല്ലോ. ഏതായാലും ഞങ്ങൾ കേറാൻ നേരത്തെ നിങ്ങൾ ആളിക്കത്തുണ്ട് കാണില്ല, സംവാദം കഴിയാൻ നേരത്തെ ഞങ്ങൾ ഉഷാറാണ്ടല്ലേ. ആയിക്കോട്ടെ, തുടക്കം മുതലേ ഞങ്ങൾ ഉഷാറാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറുപടി പറയണം. മുസ്ലിയാരെ ഇബ്നു കസീർ ഇപ്പൊ പറഞ്ഞല്ലോ വക്കാന യഅമലുൽ മൗലിദ എന്നുള്ളത്. ആരെ പറ്റിയാ? മുളഫറിനെ കുറിച്ചാ പറഞ്ഞത്. മുളഫറിനെ കുറിച്ചാ പറഞ്ഞത്. അതെന്തെങ്കിലും ഉണ്ടാത്ത്? അതെന്താ പറയാത്തത്? അത് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ വായിക്കി ഇബ്നു കസീറിന്റെ ബിരായല്ലേ, എന്തെങ്കിലും ഫോട്ടോഷോപ്പ് ഒതുക്കി ബാക്കി വായിക്കി. നിങ്ങൾ മുളഫർ രാജാവിന് ഇബ്നു ദിഹിയ എന്ന മനുഷ്യന് പാട്ട് എഴുതി കൊടുത്ത നിങ്ങൾ താഴ്വ്യം പറഞ്ഞില്ലേ, മലിക്കൽ മുളഫർ ധീരനായ രാജന നിർബൽ ഭരിച്ചവരാടുവൻ ധർമ്മിഷ്ഠനാണ്. അന്നുണ്ടാക്കിയ ഷെയ്ഖ് ഇബ്നു ദിഹിയ മൗലിദ് ഒന്ന് രചിക്കലായി. രാജാവിന് അത് കണ്ട് ഏറ്റവും സന്തോഷമായി. സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ എന്നുള്ള ഇബ്നു കസീർ താൻ പറയുന്നതായി. അതാണ് പറഞ്ഞത്. അതാ ഇബ്നു കസീർ പറഞ്ഞത്. എന്നിട്ട് ഇബ്നു കസീർ മൗലിദ് ഉണ്ടാക്കിയതാ. നിങ്ങൾക്ക് ആ മൗലിദ് പാടിയാ പോരെ? എന്താണ് നമുക്ക് പോയത്? അത് പാടിയാ പോരെ? എന്തിനാ മുസ്ലിയാദൊക്കെ നിങ്ങളെ സമയം? ഞാൻ പറഞ്ഞില്ലേ, ഉത്തമരായ 4 നൂറ്റാണ്ടിലെ ഒരൊറ്റ കിതാബില്ല. എപ്പോ ഇങ്ങനെ മറ്റോടത്ത് കോപ്പി അത് വായിച്ചു നോക്കുക. അവിടുന്ന് അത് വായിച്ചു നോക്കുക. എന്ത് വായിച്ചിട്ട് എന്താ? സഹായിക്കാൻ പറ്റുന്ന ഒപ്പം കൊണ്ടുവരണ്ടേ? എന്നിട്ട് നിങ്ങൾ കുതിര കയറിയ ഏതെങ്കിലും കോപ്പി എടുക്കുക. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഞങ്ങൾ പറഞ്ഞോക്കാം. നിങ്ങൾ ഇബ്നു ഹിഷാം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല ഇല്ലാന്ന്. എന്റെ കിതാബുകളുണ്ട്, എന്തെങ്കിലും പഠിക്കാത്തത്? നിങ്ങളെ ഇബ്നു ഹിഷാമിന്റെ കിതാബ് ഉണ്ടല്ലോ, എന്തെങ്കിലും പഠിക്കാം. എന്റെ കിതാബില്ല, ധൈര്യമായി മറിച്ചോളി. കിതാബ് ഇല്ലാതെ ഞാൻ പറഞ്ഞത്, നിങ്ങളെ പൊള്ളാ പറഞ്ഞത്. എന്നുണ്ടെങ്കിൽ വായിക്കി. നിങ്ങളിപ്പോ പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല. ഇബ്നു കസീർ പറഞ്ഞാരാ? അത് മുളഫറിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, അല്ലെങ്കിൽ പറഞ്ഞോളി. ഇനി ആടർത്തു, എവിടെ ആടർത്ത്? നിങ്ങൾ തെളിയിക്കി. നിങ്ങൾ കളവ് പറഞ്ഞല്ല എന്ന് പറഞ്ഞാൽ പോലെ. എവിടെ? ഞാൻ പറഞ്ഞു അള്ളാഹു റസൂൽ ചെയ്തിട്ടേ ഇല്ല. അള്ളാഹുവിന്റെ റസൂല് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ആടറുത്തിട്ടേ ഇല്ല. അറുത്തിട്ടേ ഇല്ല. നിങ്ങൾ തെളിയിക്ക്. ഞാൻ കളവ് പറഞ്ഞല്ല എന്ന് പറഞ്ഞാൽ പോരാ, അത് നിങ്ങൾ തെളിയിക്കണം. അത് കളവ് തന്നെയാണ്. ഇബ്നു ഹിഷാമിന്റെ പേരിൽ കളവ് പറഞ്ഞു, റസൂലിന്റെ പേരിലും കളവ് പറഞ്ഞു. ഒന്നുകിൽ തെളിയിക്കുക, അല്ലെങ്കിൽ സ്വസ്ഥമായി ഇന്ന് രാത്രി പോയി തൗബ ചെയ്യാനെങ്കിലും സന്നദ്ധമാകണമെന്നാ പറഞ്ഞു. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. മൗലിദാഘോഷം സംബന്ധമായി ഇരുവിഭാഗത്തിനിടയിലുള്ള തർക്കവിതർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള സുന്നി സെന്ററും സലഫി സെന്ററും പരസ്പരം കൈമാറിയ എഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ നടക്കേണ്ടുന്ന ചർച്ചയ്ക്ക് വേണ്ടിയുള്ള വ്യവസ്ഥകളും അതിനുശേഷം ചർച്ചയും നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സത്യത്തെ സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിച്ച് സത്യത്തിൽ അടിയുറച്ച് മരിച്ച് സത്യവാന്മാരോടൊപ്പം നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ സലഫി സെന്റർ അവസാനമായി കൈമാറിയ എഴുത്തിൽ
നബിദിനാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ താബിഉകളോ 4 മദ്ഹബിന്റെ ഇമാമുകൾ പോലും ചെയ്യാത്തതാണെന്നും അതിനാൽ അത് ബിദ്അത്ത് ആണെന്നുമുള്ള വാദം ഞങ്ങൾ എക്കാലത്തും വ്യക്തമാക്കിയതാണ്. അതിൽ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം കാര്യങ്ങൾ തീരുമാനിച്ച് സംവാദം നടത്താം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഡേറ്റുകളാണ് പറയുന്നത്. അപ്പൊ ഈ വിഷയത്തിലാണ് നമ്മൾ സംവാദം നടത്തേണ്ടത്. അവസാനമായി നമ്മൾ കൈമാറിയ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ എഴുത്തുകളുടെ അവസാനത്തെ എഴുത്ത് ഇതാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ ബേസിക്കൽ പോയിന്റ്. ഇത് വെച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇരു വിഭാഗത്തെയും പണ്ഡിതന്മാരും എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്ക് ഇനി ചർച്ചയിലേക്ക് കടക്കാം. ഇനി ഒരു വർഷത്തെ മുജാഹിദ് വർഷത്തെ മധ്യസ്ഥൻ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പലപ്പോഴായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ് മൗലിദാഘോഷവും അത് ശരിയാണോ തെറ്റാണോ എന്ന വിഷയത്തിലുള്ള ചർച്ചകൾ. രണ്ട് സഹോദരങ്ങൾ തമ്മിലുണ്ടായ സംസാരം അവസാനം രണ്ട് വിഭാഗത്തിൻ്റെയും രണ്ട് സെൻറ്ററുകൾ തമ്മിൽ ഏറ്റെടുക്കുകയും കത്തുകൾ കൈമാറുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഇനി നമ്മൾ എത്ര സമയമായിരിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ തീരുമാനിക്കാനുള്ളത്? രണ്ടു കൂട്ടരും അവരുടെ വാദങ്ങൾ ഈ കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ചർച്ച ഉണ്ടാകേണ്ടത്. വിഷയാവതരണം നടത്തേണ്ടതും ചോദ്യോത്തരങ്ങളുടെ സമയവും മാത്രമാണ് തീരുമാനിക്കാനുള്ളത്. അള്ളാഹു നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ സംവാദത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം ഈ സംവാദത്തിലൂടെ ഉണ്ടായിത്തീരാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൽഫി കൾച്ചറൽ സെന്റർ, PO ആറ്റൂർ, വടക്കാഞ്ചേരി എന്ന ഹെഡിങ്ങോട് കൂടി കൊടുത്ത കത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6/2/2014. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. നെടുമ്പുര യൂണിറ്റ് SYS ഭാരവാഹികൾക്ക് ആറ്റൂർ സലഫി സെന്റർ കമ്മിറ്റി ഭാരവാഹികൾ അറിയിക്കുന്നത്. അസ്സലാമു അലൈക്കും. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയത് നബിദിനാഘോഷം ഖുർആനിലോ ഹദീസിലോ തെളിവില്ലാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ താബീങ്ങളോ മദ്ഹബിന്റെ ഇമാമുകളോ ആചരിക്കാത്തതാണെന്നും അതിനാൽ അത് ബിദ്അത്ത് ആണെന്നുമാണ്. അതിന്റെ ഭാഗമായി നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലീദുകളുടെ വരികളിൽ ശിർക്കിന്റെ വരികൾ ഉൾക്കൊള്ളുന്നതുമുണ്ട്. ഇത് ഞങ്ങൾ എവിടെയും സ്ഥാപിക്കാൻ സന്നദ്ധമാണ്. ഇതിന് വിരുദ്ധമായ ഒരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ സൗഹാർദ്ദപരമായ ഒരു സംവാദം നമ്മുടെ നാട്ടിൽ വെച്ച് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. 2014 ഫെബ്രുവരി 10 ശേഷം ഇരു കൂട്ടർക്കും സൗകര്യപ്രദമായ ഒരു ദിവസം സംവാദം നടത്താം. സംവാദത്തിനുള്ള വ്യവസ്ഥകളായി ഞങ്ങൾക്ക് മുമ്പോട്ട് വെക്കുവാനുള്ള നിർദ്ദേശങ്ങൾ താഴെ പറയുന്നത്: 1. വിഷയം നബിദിനാഘോഷം. 2. നമ്മുടെ മഹലിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കുക. 3. ശ്രോതാക്കളായി നമ്മുടെ ഇരു വിഭാഗത്തിൽ നിന്നും തുല്യമായി ആളുകൾ പങ്കെടുക്കാനുള്ള അവസരം നൽകുക. 4. അതിന് വരുന്ന ചെലവുകൾ ഇരുവിഭാഗവും വഹിക്കുക. 5. ഇരുവിഭാഗത്തിനും ഓരോ മധ്യസ്ഥന്മാർ ഉണ്ടായിരിക്കുക. 6. റെക്കോർഡിംഗ് സംവിധാനം ഉണ്ടായിരിക്കുക. 7. സമയക്രമം എത്ര വേണമെന്ന് ഇരുവിഭാഗത്തിനും അന്നേ ദിവസം ചർച്ച ചെയ്ത് തീരുമാനിക്കാം. മറ്റു നിബന്ധനകൾ ഒന്നും തന്നെ ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ അറിയിക്കുക. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മറ്റും അറിയിക്കുക. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് 2 പണ്ഡിതന്മാർ ഉണ്ടാകും. അതുപോലെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം അറിയിച്ചാൽ ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ വിഷയവുമായി തുടർന്നുള്ള സംസാരങ്ങൾക്ക് ഞങ്ങൾ അബ്ബാസ് ചെറുതുരുത്തി എന്ന ഞങ്ങളുടെ പ്രതിനിധിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അബ്ബാസ് ചെറുതുരുത്തി, മൊബൈൽ നമ്പർ അബ്ദുൽ വഹാബ്, സലഫി കൾച്ചറൽ സെന്റർ ആറ്റൂർ. ഇതാണ് ഒന്നാമത്തെ കത്ത്.
അതിന് മറുപടിയായിക്കൊണ്ട് സുന്നി സെന്റർ ചെറുതുരുത്തി കൊടുത്ത മറുപടി കത്താണ് കയ്യിലുള്ളത്. 12/2/2014 സലഫി സെന്റർ ഭാരവാഹികൾ അറിയുന്നതിന് സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ എഴുത്ത് കിട്ടി. ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. സംഘടനയുടെ പേരില്ലാതെ സംഘടനക്ക് കത്തയച്ചതിന്റെ ഔചിത്യം അറിയിക്കട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന വാദങ്ങളിൽ ഒന്നാണല്ലോ നബിദിനാഘോഷം. ആദ്യം പുണ്യകരവും പിന്നീട് ബിദ്അത്തും തുടർന്ന് ശിർക്കുമായി പരിണമിച്ച പ്രസ്തുത വിഷയത്തിൽ സംവാദം നടത്തുന്നതിന് മുന്നോട്ട് വന്നതിനെ സ്വാഗതം ചെയ്യുന്നു. നബിദിനാഘോഷം അനിസ്ലാമികമാണെന്ന നിങ്ങളുടെ വാദം അബദ്ധമാണെന്നും സുന്നികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കീർത്തനം, അന്നദാനം, അനുസ്മരണം തുടങ്ങിയ കാര്യങ്ങൾ പ്രമാണബദ്ധമാണെന്നും അനിസ്ലാമികമോ നിഷിദ്ധ ആചാരമോ അല്ലെന്നും സുന്നികൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിദുകളിൽ ശിർക്കാവുന്ന ഒന്നുമില്ലെന്നും തെളിയിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. വ്യവസ്ഥക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ: 1. വിഷയം നബിദിനാഘോഷം അനിസ്ലാമികമോ നിഷിദ്ധ ആചാരമോ അല്ല. 2. സംവാദം സൗകര്യപ്രദമായ സ്ഥലത്ത് പരമാവധി പൊതുജനങ്ങൾക്ക് ശ്രവിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കുക. 3. സംവാദ സമയം, പ്രമാണം, സ്വഭാവം വ്യവസ്ഥയിൽ തീരുമാനിക്കുക. 4. ഇത് സംബന്ധമായി തുടർന്നുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ 15/2/2014 മുമ്പ് വിവരം അറിയിക്കാൻ താൽപര്യപ്പെടുന്നു. ഈ വിഷയവുമായി സംസാരിക്കുന്നതിന് അഷ്റഫിയെ ഫോൺ നമ്പർ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് മുസ്തഫ കാമിൽ സഖാഫി, കൺവീനർ, സുന്നി സെന്റർ ചെറുതുരുത്തി. അതിന് മറുപടിയായിക്കൊണ്ട് സലഫി കൾച്ചറൽ സെന്റർ പിന്നീട് കൊടുത്ത കത്ത് 21/2/2014. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അസ്സലാമു അലൈക്കും. നെടുമ്പറ്റം SYS യൂണിറ്റ് ഭാരവാഹികൾക്ക് അസ്സലാമു അലൈക്കും. നിങ്ങളുടെ കത്ത് കിട്ടി. സഹതാപം തോന്നുന്നു. ഒരു സംഘടനക്ക് വരുന്ന എല്ലാ കത്തുകളും മറ്റൊരു സംഘടനയിൽ നിന്നോ ആകാവൂ എന്ന തത്വം ഇതെവിടെ നിന്നാണാവോ ലഭിച്ചത്? മാത്രമല്ല SYSന്റെയും SSFന്റെയും ഓഫീസ് മാത്രമുള്ള ചെറുതുരുത്തിയിൽ ഇല്ലാത്ത സുന്നി സെന്ററിന്റെ പേരിൽ തന്ന കത്ത് എന്തായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് എങ്ങനെയായാലും സംവാദം നടത്തണം, അത്രയേ ഉള്ളൂ. പല സ്ഥലങ്ങളിലും സംവാദത്തിന് വെല്ലുവിളിച്ച് നടക്കാറുണ്ടെങ്കിലും പിന്നെ വ്യവസ്ഥയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെയും 2 സഹോദരന്മാർ തമ്മിൽ തീർത്തും സ്നേഹത്തോടെ അവരുടെ വീട്ടിൽ വെച്ച് നടത്താൻ നിർദ്ദേശിച്ച ഒരു ചർച്ചയാണല്ലോ പിന്നീട് സംഘടനാ തലത്തിലേക്ക് മാറ്റാൻ ശ്രമമുണ്ടായത്. ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള വ്യവസ്ഥ കഴിഞ്ഞ കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വിഷയം നബിദിനാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ താബീങ്ങളോ 4 മദ്ഹബിന്റെ ഇമാമുകൾ പോലും ചെയ്യാത്തതാണെന്നും വിദഅത്താണെന്നുമുള്ള വാദം ഞങ്ങൾ എക്കാലത്തും വ്യക്തമാക്കിയതാണ്. അതിനാൽ കൂടുതൽ നീട്ടി കൊണ്ടുപോവാതെ എത്രയും വേഗം കാര്യങ്ങൾ തീരുമാനിച്ച് സംവാദം നടത്തണം. മാർച്ച് 20, 29, ഏപ്രിൽ 10 എന്നീ ദിവസങ്ങളിൽ സൗകര്യമാണ് എന്നറിയിക്കുന്നു. നിങ്ങളും സൗകര്യം അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അതിന് സുന്നി സെന്റർ രണ്ടാമതായി കൊടുത്ത മറുപടി: സലഫി സെന്റർ ഭാരവാഹികൾക്ക് നിങ്ങൾ എഴുതി തന്ന സംവാദത്തിന്റെ തീയതികളിൽ മാർച്ച് 29 ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുന്നു. മുമ്പ് തന്ന കത്തിൽ അറിയിച്ചതുപോലെ ബാക്കി കാര്യങ്ങൾ അഷ്റഫിയെ ബന്ധപ്പെടുക എന്ന് മുസ്തഫ കാമിൽ സഖാഫി, കൺവീനർ, സുന്നി സെന്റർ ചെറുതുരുത്തി. ഇതാണ് ഇപ്പൊ കത്തുകളിലുള്ളത്. ആ പറഞ്ഞ ഡേറ്റ് ആണ് ഇന്ന്. ആ സമയത്ത് ഇപ്പൊ നമ്മളിവിടെ കൂടിയിട്ടുണ്ട്. സമയം ഒരു അല്പസമയം സാങ്കേതികമായി വൈകി എന്ന് മാത്രം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വാദം ഇവിടെ നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യാന്വേഷികളെ, ഇവിടെ കേരളത്തിലെ 2 ആശയധാരകൾ തമ്മിലുള്ള ആദർശ സംവാദമാണ് നടക്കുന്നത്. ഈ സംവാദത്തിൻ്റെ പ്രത്യേകത ഇതുവരെ നടന്ന സംവാദങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൗലിദാഘോഷം എന്ന വിഷയത്തിലാണ് സംവാദം നടക്കുന്നത് എന്നതാണ്.
ഈ വിഷയത്തിന്റെ മർമ്മം, അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ഇവിഷയകമായി ഞങ്ങൾക്ക് എഴുതി തന്ന അവരുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ താബിഉകളോ മദ്ഹബിന്റെ ഇമാമുകൾ പോലുമോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നബിദിനാഘോഷം ബിദ്അത്താണ് എന്നാണ്. എന്നാൽ 2011 അൽമനാർ മാസികയിൽ മുജാഹിദുകൾ എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതോ ചെയ്യാൻ കൽപ്പിച്ചതോ ആയ കാര്യമല്ലെങ്കിൽ ഏത് കാര്യവും ബിദ്അത്താണ്, അത് തള്ളിക്കളയേണ്ടതാണ് എന്നാണ്. ഇവിടെ ഞങ്ങൾക്ക് എഴുതി തന്ന കത്തിൽ സ്വഹാബികളോ താബിഉകളോ ഇമാമുകൾ പോലുമോ ചെയ്തിട്ടില്ലാത്ത, മദ്ഹബിന്റെ ഇമാമുകൾ പോലുമോ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് നബിദിനാഘോഷമെന്നും അതുകൊണ്ട് അത് ബിദ്അത്താണെന്നും എഴുതിയവർ അത് ഞങ്ങളുടെ എക്കാലത്തെയും വാദമാണ് എന്നും എഴുതിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ഔദ്യോഗിക ശബ്ദമായ അൽമനാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതോ ചെയ്യാൻ കൽപ്പിച്ചതോ ആയ കാര്യമല്ലെങ്കിൽ ഏത് കാര്യവും ബിദ്അത്താണ്, തള്ളിക്കളയേണ്ടതാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അവിടെ തന്നെ അവരുടെ വാദത്തിലെ വൈവിധ്യം അല്ലെങ്കിൽ വൈപരീത്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വാദവും ഗുരുതരമായ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. നബിദിനാഘോഷം അത് ബിദ്അത്താണ്, തള്ളിക്കളയേണ്ടതാണ് എന്നതിന് കാരണമായി ഇവർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അല്ലെങ്കിൽ സഹാബികളോ താബിഉകളോ പിന്നെ 4 മദ്ഹബിന്റെ ഇമാമുകൾ പോലുമോ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം അത് തള്ളിക്കളയേണ്ടതാണ് എന്ന ഒരു ആദർശത്തിന് മേലാണ്, എന്ന ഒരു ആശയത്തിന് മേലിലാണ് ഇവരുടെ വാദം എടുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശയ അടിത്തറയെ തകർക്കുക എന്നതാണ് പ്രധാനമായും ഈ അവതരണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി ഞങ്ങളുടെ വാദം നമ്മൾ സ്ഥാപിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കൂ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ സ്വാഭാവികമായും ഖബർ അടക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഖബറിനരികിൽ വെച്ച് നമ്മൾ തസ്ബീത്ത് ചൊല്ലുന്നു. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്നാണ് മുജാഹിദുകളും സുന്നികളും ചൊല്ലാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസ്ബീത്ത് ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ മറ്റുള്ള സ്വഹാബികളോ താബിഉകളോ ഉപയോഗിച്ചതായിട്ട് അല്ലെങ്കിൽ സ്വഹാബികൾ ഉപയോഗിച്ചതായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അവരുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതായി നമുക്ക് തെളിയാത്ത ഒരു കാര്യം അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് വരുമ്പോൾ തസ്ബീത്തിന്റെ ഈ വാചകം തള്ളപ്പെടേണ്ടതാണ് എന്ന് വരുന്നു. ആലോചിച്ചു നോക്കൂ, നമ്മളൊക്കെ സ്വഹാബികളുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്നു. റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്ന സമ്പ്രദായം മുസ്ലിങ്ങൾക്കിടയിൽ വളരെ വ്യാപകമാണ്. ഖുർആൻ തന്നെയും റളിയല്ലാഹു അൻഹും എന്ന് സഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രം നോക്കൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായോ സ്വഹാബികൾ പരസ്പരം പറഞ്ഞതായോ ഒരു തെളിവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പിന്നെ ഇവരുടെ നിർവചന പ്രകാരം, അൽമനാറിൽ പറഞ്ഞ നിർവചന പ്രകാരം, അതുപോലെ തന്നെ ഇവർ പറഞ്ഞ നിർവചന പ്രകാരവും അത് ബിദ്അത്താണ്, തള്ളപ്പെടേണ്ടതാണ് എന്ന് വരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞ സംഭവം വിശുദ്ധ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താണ്? കൈഫ തഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത കാര്യം നീ എങ്ങനെയാണ് ചെയ്യുക? ഉമർ റളിയല്ലാഹു പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് നല്ല കാര്യമാണ്. അവസാനം അബൂബക്കർ റളിയല്ലാഹു തോന്നി നല്ല കാര്യമാണ്. രണ്ടുപേരും സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ക്രോഡീകരിക്കണം. അവിടുന്ന് പറഞ്ഞു, കൈഫ തഫ്അലാനി ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത കാര്യം നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ചെയ്യുക? ഈ വാദം കേട്ടിട്ട് അവർ തിരിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് ഖുർആൻ കിട്ടുമായിരുന്നു. ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്നതോ അല്ലെങ്കിൽ സ്വഹാബികൾ ചെയ്തു എന്നതോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നതോ മാത്രം അടിസ്ഥാനമാക്കി നമുക്ക് അത് ബിദ്അത്താണ് അല്ലെങ്കിൽ തള്ളപ്പെടേണ്ടതാണ് എന്ന് പറയാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. മറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഇവിഷയകമായി എന്തു പറയുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യാത്ത കാര്യം ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നപ്പോ ആളുകൾ ഇങ്ങനെ പല കോലത്തിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലർ ഒറ്റക്ക് നിസ്കരിക്കുന്നു, ചില തെറ്റയായി നിസ്കരിക്കുന്നു, പല കൂട്ടം ജമാഅത്ത് ഓരോ അങ്ങനെയൊക്കെയാണ് പള്ളിയിൽ കണ്ടത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തോന്നി എന്തു ചെയ്യാ, ഇവരെ എല്ലാവരും കൂടി ഒന്നിച്ചൊറ്റ ഇമാമിന്റെ കീഴിലാക്കാം എന്ന് തോന്നി. അങ്ങനെ അത് നടപ്പാക്കുകയും ചെയ്തു. റമദാനിൽ മുഴുവനും അങ്ങനെ പിന്നീട് ഒറ്റ ഇമാമിന്റെ കീഴിൽ ഒരു കാരിന്റെ കയ്യിൽ അതാ ഒരുമിച്ച് കൂട്ടുന്നു. നോക്കൂ നിങ്ങൾ, ഇത് കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇത് നല്ല ബിദ്അത്താണല്ലോ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കുറഞ്ഞ ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഇങ്ങനെ പല ആളുകളായിട്ട് പല രീതിയിലാണ് നടന്നത്. പിന്നീട് ഒരു ജമാഅത്തായി നിർവഹിക്കുന്ന സമ്പ്രദായം വന്നത് ആരുടെ കാലത്ത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു നിഅമത്തിൽ ബിദ്അത്തു, ഈ ബിദ്അത്ത് നല്ല ബിദ്അത്താണ് എന്നാണ്. അപ്പോൾ ബിദ്അത്തിന്റെ കൂട്ടത്തിൽ നല്ല ബിദ്അത്തുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ബുഖാരി ശരീഫിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യാത്ത കാര്യം ചെയ്തു. നമുക്കറിയാം ജുമുഅക്ക് 2 ബാങ്ക് നടപ്പിലാക്കി. അതുപോലെ തന്നെ നമുക്കറിയാം ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ വിവിധ കോപ്പികളാക്കി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊടുത്തയച്ചു. ഇത് ബിദ്അത്താണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യാത്തതിന്റെ പേരിൽ ബിദ്അത്ത് ചെയ്ത മുബ്തദിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അതുപോലെ തന്നെ ഹദീസ് ക്രോഡീകരണം, 4 ഖുലഫാവുകളും ചെയ്യാത്ത കാര്യമാണ് ഹദീസ് ക്രോഡീകരണം. പിൽക്കാലത്ത് അത് താബിഈകൾ ചെയ്തപ്പോ അത് ബിദ്അത്താണെന്ന് പറയാൻ സാധിക്കുമോ? അപ്രകാരം തന്നെ 4 ഖുലഫാവുകളും 4 ഇമാമിയങ്ങളും ചെയ്യാത്ത കാര്യമാണ് സംഘടനാ സംവിധാനങ്ങൾ. സംഘടന ഇപ്പോൾ ഇവർക്കിടയിൽ നടക്കുന്ന ഒരു തർക്കം കൂടിയാണ്. സംഘടന ബിദ്അത്താണോ അല്ലേ എന്നൊരു തർക്കം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംഘടന എന്ന് പറയുന്ന സംവിധാനം അത് ദഅവത്തിന് വേണ്ടിയുള്ളതാണ് എങ്കിൽ അത് നല്ല ബിദ്അത്താകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവർ പറയുന്ന വാദപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ സംഘടനകൾ എന്ന് പറഞ്ഞാൽ നബിയോ സ്വഹാബത്തോ താബിഈകളോ 4 ഇമാമുകളോ ചെയ്തിട്ടില്ലാത്തത് ബിദ്അത്താകുന്നു, തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് വരും. മദ്രസ സംവിധാനം അതിന്റെ ശേഷമുള്ള ആളുകളും താബിഈകളും ചെയ്തിട്ടില്ല, 4 ഇമാമുകളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മദ്രസ സംവിധാനം പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്ന കാര്യം, ബിദ്അത്തിന്റെ കൂട്ടത്തിൽ 2 വിധത്തിലുള്ള ബിദ്അത്തുണ്ട്. ഇത് ഞാൻ എന്റെ വകയായി പറയുന്നതല്ല, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന കാര്യം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അൽ മുഹ്ദസാത്തു മിനൽ ഉമൂരി ദർബാനി, മുഹ്ദസാത്തായ കാര്യങ്ങൾ 2 വിധമുണ്ട്. അഹദുഹാ മാ ഉഹദിസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. നോക്കൂ നിങ്ങൾ, ഖുർആനിനോടോ സുന്നത്തിനോടോ അസറിനോടോ ഇജ്മാഇനോടോ എതിരായ പുതുതായി നിർമ്മിക്കപ്പെട്ട ഏതൊരു കാര്യവും, അപ്പൊ പുതുതായി നിർമ്മിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ബിദ്അത്താവുകയില്ല. മറിച്ച് ഖുർആനിനോട് അതെതിരാണോ, ഹദീസിനോട് അതെതിരാണോ, ഇജ്മാഇനോടോ അസറിനോടോ എതിരാണോ, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മാത്രമേ അത് ബിദ്അത്ത് മദ്മൂമത്താവുകയുള്ളൂ. വസ്സാനി മാ ഉഹ്ദസ മിനൽ ഖൈർ, എന്നാൽ 2ാമത്തെ ബിദ്അത്ത് നല്ല കാര്യങ്ങൾ അത് ഉണ്ടാക്കി. ഖുർആനിനോടെതിരില്ല, ഹദീസിനോടെതിരില്ല, ഇജ്മാഇനോടെതിരില്ല, അസറിനോടെതിരില്ല എങ്കിൽ അത് നല്ല ബിദ്അത്താകുന്നു, അത് സ്വീകാര്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നബിദിനാഘോഷത്തിലേക്ക് അല്ലെങ്കിൽ മൗലിദാഘോഷത്തിലേക്ക് നമുക്ക് വരാം. മൗലിദാഘോഷം എന്നതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ഇപ്പോൾ സംഘടനാ സംവിധാനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതിൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന പൊതുതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിന് നിർവഹിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലക്ക് അത് നല്ല ബിദ്അത്തായി തീരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ദഅവ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ. അതുപോലെ പഠനം, ഇൽമു പഠിക്കുക എന്നത് അത് മുസ്ലിമിന് അനിവാര്യമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇൽമു പഠിക്കുക എന്നതിന്റെ പൊതുതത്വത്തിന്റെ അടിസ്ഥാനമാണ് മദ്രസകൾ വരുന്നത്, കോളേജുകൾ വരുന്നത്, സംവിധാനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മദ്രസ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഓടിപ്പായി നടക്കുന്നു. അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി നടക്കുന്നു. ഇതൊക്കെ ഈ പറയുന്ന അടിസ്ഥാന തത്വത്തിന് കീഴിലാണോ? എന്നാൽ പ്രതിഫലം കിട്ടുന്ന നല്ല കാര്യങ്ങളാണ്. അപ്രകാരം തന്നെ ഈ നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൗലിദാഘോഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അനുഗ്രഹം, ആ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നബിദിനാഘോഷം അല്ലെങ്കിൽ മൗലിദാഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അനുഗ്രഹത്തെ നമുക്ക് അള്ളാഹു തആല നൽകിയതിൽ ശുക്ർ ചെയ്യുക അല്ലെങ്കിൽ സന്തോഷിക്കുക, ശുക്ർ ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുക, മഹബ്ബത്ത്
പ്രകടിപ്പിക്കുക, ഈ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഇതിന്റെ ഒരു നൗ ആയിട്ടാണ് നമ്മൾ മൗലിദാഘോഷത്തെ മനസ്സിലാക്കേണ്ടത്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നാണ് നോക്കേണ്ടത്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, ഇന്നമാ അന റഹ്മ, തീർച്ചയായും ഞാൻ റഹ്മത്താകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ റഹ്മത്തി എന്നതിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ആയത്തിലെ റഹ്മത്തി എന്നതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പല പണ്ഡിതന്മാരും അവരുടെ തഫ്സീറുകളിൽ പറഞ്ഞത് നമുക്കറിയാം. ദുറുൽ മൻസൂറിൽ പറഞ്ഞിട്ടുണ്ട്, റൂഹുൽ മആനിയിൽ പറഞ്ഞിട്ടുണ്ട്, പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ദഹ്ഹാഖ് റളിയല്ലാഹുവിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ദഹ്ഹാഖ് ഉദ്ധരിക്കുന്ന പല റിവായത്തുകളിലും അബുശൈഖ് ഉദ്ധരിക്കുന്ന റിവായത്തുകളിലും ഒക്കെ ഇക്കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നബിദിനാഘോഷം അല്ലെങ്കിൽ മൗലിദാഘോഷം എന്ന് പറയുന്നത് അത് ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞതുപോലെ ബിദ്അത്തിന് 5 വിധങ്ങളുണ്ട്, 5 വകുപ്പുകളുണ്ട്. വാജിബായ ബിദ്അത്തുണ്ട്, നഹ്വ് പഠനം വാജിബായ ബിദ്അത്താണ്, മദ്രസകൾ സുന്നത്തായ ബിദ്അത്താണ്, ഹറാമായ ബിദ്അത്തും കറാഹത്തായ ബിദ്അത്തും ഉണ്ട്. ഇത് സുന്നത്തായ ബിദ്അത്താണ് എന്ന് വാദിച്ചാൽ അതിനെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഒരാൾ ഒരു ചര്യ, നല്ലൊരു ചര്യ ഉണ്ടാക്കിയാൽ അവന് അത് ചെയ്തവനുള്ള കൂലിയുണ്ട്, അത് അവന് അതിന്റെ കൂലിയുണ്ട്, അതനുസരിച്ച് ആരൊക്കെ ചെയ്തോ അതിന്റെ കൂലി അവനുണ്ട്. അപ്പൊ ചോദിക്കും, കുല്ലു ബിദ്അത്തുൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണെന്നുണ്ടല്ലോ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു, അത് ആമും മഖ്സൂസാണ്. എല്ലാ ബിദ്അത്തും എന്ന് പറഞ്ഞാൽ എല്ലാ ചീത്ത ബിദ്അത്തും എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ കണ്ടിട്ടില്ലേ, എല്ലാ തഅഖുദു കുല്ല സഫീന യഅഖുദു കുല്ല സഫീന എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കപ്പലുകളെയും എന്നാണ് അർത്ഥം, അല്ലാതെ എല്ലാ കപ്പലുകളെയും എന്നല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിന്റെ ഒന്നിലധികം ഭാഗങ്ങളിൽ ഇത് പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബിദിനാഘോഷം, മൗലിദാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ താബിഈകളുടെയോ ഇമാമുകളുടെയോ കാലത്ത് ഇല്ല എന്ന് സങ്കല്പിക്കപ്പെട്ടാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാഘോഷം അത് ബിദ്അത്താണെന്ന് അത് ചീത്ത ബിദ്അത്താണെന്നോ അല്ലെങ്കിൽ തള്ളപ്പെടേണ്ടതാണെന്നോ പറയുവാൻ സാധിക്കുകയില്ല, പറ്റുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, അതെ ഈ അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന നിഅമത്ത്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നിഅമത്ത്, ആ നിഅമത്തിനെ നമ്മൾ ആഘോഷിക്കണം, അല്ലെങ്കിൽ അതിന് നന്ദി പ്രകടിപ്പിക്കണമെന്ന്. ഫമൻ ഖബില ഹാദിഹി റഹ്മ വശക്കറ ഹാദിഹി റഹ്മ സഈദ ഫിദ് ദുനിയാ വൽ ആഖിറ. ഈ അല്ലാഹുവിന്റെ റസൂലാകുന്ന ഈ അനുഗ്രഹം, ആ അനുഗ്രഹത്തിനെ ആരെങ്കിലും സ്വീകരിക്കുകയും ഈ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്താൽ സഈദ ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവൻ വിജയിച്ചവനാകുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പല സ്ഥലങ്ങളിലും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലം തറ വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വലിഹാദാ നദബല്ലാഹുൽ മുഅ്മിനീന ഇലൽ ഇഅ്തിറാഫി ബിഹാദിഹി നിഅമ വമുഖാബലതിഹാ ബിദിക്രിഹി വശുക്രിഹി. അല്ലാഹുവിന്റെ റസൂലാകുന്ന അനുഗ്രഹം, യാനി ബിനിഅമത്തില്ലാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിഅമത്ത്. ഈ നിഅമത്തിനെ നമ്മൾ അല്ലാഹു തആല നൽകിയതിന് ദിക്ർ കൊണ്ടും ശുക്ർ കൊണ്ടും നമ്മൾ അല്ലാഹുവിന് നന്ദി ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. ആ നിഅമത്തിനെ നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ ഈ നിഅമത്ത്, അള്ളാഹു നൽകിയ നിഅമത്ത്, അതിനുള്ള ശുക്രിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതിന്റെ ഒരു രൂപം മാത്രമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട അല്ലാമ അൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വമിൻ തഅദീമിഹി അമലുൽ മൗലിദി, അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അമലുൽ മൗലിദി, മൗലിദാഘോഷം. ഇത് അലം യകുൻ ഫീഹി മുൻകറുൻ, അതിൽ യാതൊരു തെറ്റായ
തെറ്റായ സംഗതികളും ഹറാമായ സംഗതികളും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹറാമ് ആയ സംഗതികൾ സ്ത്രീ പുരുഷ സങ്കലനം പോലെയുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ അത് പാടില്ല. അല്ലാത്ത ആഘോഷങ്ങളൊക്കെയും പറ്റുന്നതാണ്. ഖാലൽ ഇമാമു സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി യുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താണ് ഇൽഹാറു ശുക്രി ലിമൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് ശുക്ർ ചെയ്യൽ അത് നമുക്ക് സുന്നത്താണ് എന്ന് ഇമാം അൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബ് പറയുന്നു. ഇമാം സുബുക്കി പറയുന്നു, ഇമാം അബുശാമ പറയുന്നു. അതുപോലെ തന്നെ ധാരാളം ഇമാമുമാർ 60 ഇമാമിങ്ങളുടെ ലിസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കിതാബില് അതിന്റെ ഇമാമിങ്ങളെ ധാരാളം അവർ തന്നെ ഓരോരുത്തരായിട്ട് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതാണ് എന്നതിന്റെ പേരിൽ മാത്രം ഈ മൗലിദാഘോഷം പാടില്ല, അല്ലെങ്കിൽ അത് ശിർക്കാണ്, അല്ലെങ്കിൽ അത് ബിദ്അത്താണ് എന്ന വാദം അസംബന്ധമാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഹാബികൾ ശുക്ർ ചെയ്തിട്ടില്ലേ? അവർ ശുക്ർ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ അവർ സ്നേഹിച്ചിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു, അല്ലാഹു റസൂലിന്റെ മദ്ഹുകൾ പറഞ്ഞിരുന്നു, അല്ലാഹു റസൂലിന്റെ മദ്ഹുകൾ ആലപിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ അവർ ചെയ്തിരുന്നു. അതിന് നമ്മളൊരു രീതിയും സംവിധാനവും പിന്നീട് ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബത്ത് ദഅവത്ത് നടത്തിയിട്ടില്ലേ? ദഅവത്ത് നടത്തിയിരുന്നു, അവരുടെ രൂപത്തിലുള്ള ദഅവത്ത് നടത്തിയിരുന്നു. ഇന്ന് നമ്മൾ ക്യാമ്പയിനുകൾ നടത്തുന്നു, ഇന്ന് നമ്മൾ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു, ക്യാമ്പുകൾ നടത്തുന്നു. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നടപ്പിലില്ല, അത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല, ഈ രീതി അന്നില്ല, അതുകൊണ്ട് ഇത് ശിർക്കാണ്, അതുകൊണ്ട് ഇത് ബിദ്അത്താണ് എന്ന വാദം അസംബന്ധമാണ്. എന്നതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഈ രീതിയും ഈ ശൈലിയും ഇല്ല എന്നതുകൊണ്ട് അത് അസംബന്ധമാണ് എന്ന വാദം അത് വളരെയധികം അസംബന്ധമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യത്തിന് ദിവസം നിശ്ചയിക്കുക, സമയം നിശ്ചയിക്കുക, ഇത് പാടില്ലാത്തതാണോ? അത് പാടില്ലാത്തതൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അൻസാറുകൾ കൂടി അല്ലാഹ് വലിയൊരു നിഗമനത്താണ്, വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ അനുഗ്രഹത്തിനെ കുറിച്ച് നമുക്ക് പറയണ്ടേ? നമുക്കൊന്ന് ഒരുമിച്ച് കൂടണ്ടേ? നമുക്കൊന്ന് അനുസ്മരിക്കണ്ടേ? അതെ, അങ്ങനെ അവർ ഒരു ദിവസം നിശ്ചയിക്കാൻ തീരുമാനിച്ചു. ഏത് ദിവസമാ? അങ്ങനെ അവരുടെ ചർച്ചക്കൊടുവിൽ ഒരു ദിവസം അവർ നിശ്ചയിക്കുകയും അങ്ങനെ ആ ദിവസത്തിൽ അവർ ഒരുമിച്ച് കൂടുകയും ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് അവര് ഒരുമിച്ച് കൂടി അനുസ്മരണങ്ങളും പ്രസംഗങ്ങളും അവര് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും അങ്ങനെ ആടിനെ അറുത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, അപ്പോൾ ദിവസം നിശ്ചയിച്ചു എന്നതുകൊണ്ട് വലിയ അബദ്ധമാണ് എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റുകയില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നു. റബീഉൽ അവ്വലിൽ ആയ പ്രശ്നമാണെന്നോ? എന്താ റബീഉൽ അവ്വലിലേക്ക് പറ്റൂല്ലെങ്കിൽ റബീഉൽ ആഖിർ നടത്തിക്കോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫഅയ്യു നിഅമത്തിൻ അഅ്ളമു ഏറ്റവും വലിയ, ഇതിനേക്കാളും വലിയ നിഅമത്തിന് ഏതാണ്? അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 തന്നെ നടത്തുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ തന്നെ റബീഉൽ അവ്വൽ 12 വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഈ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യൽ ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾക്ക് നിർബന്ധമാകുന്നു എന്ന ബെയ്ത്ത് സ്വഹാബികൾ റബീഉൽ അവ്വൽ 12 ചൊല്ലിയതായി നിങ്ങളുടെ തന്നെ KNM എഡ്യൂക്കേഷൻ ബോർഡ് പ്രസിദ്ധീകരിച്ച, മുജാഹിദ് സെന്റർ കാലിക്കറ്റ് പ്രസിദ്ധീകരിച്ച നിങ്ങളുടെ 4ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ ഇസ്ലാമിക ചരിത്ര പാഠപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ബിദ്അത്താണ് എന്നത്, തള്ളപ്പെടേണ്ട ബിദ്അത്താണ് എന്ന വാദം അത് കളവാകുന്നു, അത് അസംബന്ധമാകുന്നു. എന്നാൽ ഇതിന് ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട്, അതുപോലെ തന്നെ ചരിത്രത്തിൽ തെളിവുണ്ട്. പണ്ട് മുതലേ മക്കയിലും മദീനയിലും നടന്നു വരുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഏതായിരുന്നാലും ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനമായി കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. ഇനിയിപ്പോൾ തർക്കം നല്ല ബിദ്അത്താണോ ചീത്ത ബിദ്അത്താണോ എന്നത് മാത്രം. ഞങ്ങൾ വാദം എഴുതിയ ബിദ്അത്താണ്, ഇപ്പൊ നിങ്ങളും സ്ഥാപിച്ചെന്ന ബിദ്അത്ത് തന്നെയുണ്ട്, പക്ഷെ നല്ല ബിദ്അത്താണ്. അപ്പൊ ഞാൻ തീരുമാനാക്കിയ എളുപ്പമുണ്ട്. അപ്പൊ സുന്നത്താണ് എന്നോ അതല്ലെങ്കിൽ ഞങ്ങളെ വാദത്തെ ഗണ്ണിക്കുവാനോ തീർച്ചയായും സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. ഞങ്ങളെ വാദമായി രേഖപ്പെടുത്തിയത് തന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും ഒന്ന് ഓർമ്മാക്കാൻ നന്നായി. രണ്ടാമത് ആവർത്തിച്ചെഴുതിയത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ താബിഉകളോ 4 മദ്ഹബിന്റെ ഇമാമുകൾ പോലുമോ ആചരിക്കാത്തതാണെന്നും അതിനാൽ ബിദ്അത്താണ് എന്നും
എന്ന് തന്നെ അങ്ങ് ആവർത്തിച്ച് എഴുതി. ഞാൻ വിചാരിച്ചു ഒരു പക്ഷെ അതൊക്കെ ഒരു എണ്ണി ഇങ്ങനെ പറയുന്ന. അപ്പൊ പറഞ്ഞത് 60 ഇമാമിങ്ങളെ പേര് ഞാൻ ലിസ്റ്റാക്കിയിട്ടുണ്ട്. 61ാമത്തെ ഇമാമും കൂട്ടിക്കോളി ഫൈസൽ ഹസനി അസ്വമദാനി, അത് 61ാമത്തെ ഇമാമായിട്ട് കൂട്ടാം. അങ്ങനെ കുറെ എണ്ണ അതിന്റെ ഇനി കുറെ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എണ്ണിയ ബറൂസവി മുതൽ ഇങ്ങോട്ട് ഫൈസൽ ഹസനി വരെ ഒരു 600 വേണമെങ്കിൽ കിട്ടും, അതിനപ്പുറം കിട്ടും. അപ്പം മുടിയൊക്കെ കിട്ടിയ പോലെ തന്നെ അത് കിട്ടാൻ പ്രയാസമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു, എന്ത് സ്വഹാബത്തോ താബികളോ ഇമാമിങ്ങളോ ആചരിച്ചിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെയും എന്നാണ്. അവിടെയാണ് നമ്മളെ പിടുത്തം. അത് സങ്കല്പല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് ഗണ്ണിക്കാൻ എന്ന വണ്ണം കൊണ്ടുവന്ന ചില തെളിവുകൾ അത് മൂപ്പരന്റെ മറുപടിയും പറഞ്ഞു. ഒന്ന് മൂപ്പര് പറഞ്ഞ തസ്ബീത്താണ്. മൂപ്പരനെ പറഞ്ഞു റസൂല് തസ്ബീത്ത് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞല്ലോ, അത്ര ആവശ്യമുള്ളൂ. മറ്റൊന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു എന്നാണ്. അതിന് മൂപ്പര് പറഞ്ഞു അത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. മതി, ഞങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ, ഖുർആൻ ഉണ്ടായാൽ മതി എന്ന പോലെ ഒരായത്തുകൾ ഓതി അതിനൊന്നും ആവശ്യമില്ല. ഒറ്റ ആയത്ത് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് ഖുർആനിലുള്ളത് പോലെ ഒരായത്ത് മീലാദാഘോഷത്തിന്, അതിനൊരായത്ത് റഹ്മത്താണ് എന്നൊരു ആയത്ത് വേണമെങ്കിൽ വേറെ ഇനിയും തരാം. നിങ്ങൾ ഓതാത്ത ആയത്ത് ഇഷ്ടംപോലെ വേറെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്താണ്, ഇഷ്ടംപോലെ തഫ്സീറുണ്ട്, വ്യക്തമായ ആയത്തുണ്ട്, ധാരാളം ഹദീസുണ്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും അല്ലാഹു റസൂൽ റഹ്മത്തനാണ് താനും. ഒരായത്തും ഇല്ല എന്ന് വിചാരിക്കുക വിഷയത്തിൽ, എന്നാലും റസൂൽ റഹ്മത്ത് തന്നെയാണ്, അതിൽ ആർക്കും തർക്കമില്ല. അപ്പൊ തെളിവായി നിങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ തന്നെ പൊളിച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്താണോ കൊണ്ടുവന്നത് അതിന് മറുപടി നിങ്ങൾ തന്നെ വ്യക്തമായി പറയുകയും ചെയ്തു. പിന്നെ ജംഉൽ ഖുർആനാണ്, നിങ്ങൾ തന്നെ പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് നടപ്പാക്കി. പ്രശ്നം തീർന്നല്ലോ. എന്നപ്പോൾ നിങ്ങൾ ഉടനോടി അതേപോലെ തെളിവ് കൊണ്ടുവരി. എന്തുകൊണ്ട് നടപ്പാക്കി? അള്ളാഹു റസൂൽ പഠിപ്പിച്ച മാതൃക ഉണ്ട്. അതുകൊണ്ട് തന്നെ റസൂലിനെ പഠിപ്പിച്ച മാതൃക ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാതൃക വേണോ ചോദിച്ചോളി, അപ്പം ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ ഇതിന് വ്യക്തമായി കിട്ടി നബിദിനാഘോഷം ബിദ്അത്ത് തന്നെയാണ്, പക്ഷെ നല്ല ബിദ്അത്താണ് എന്നതാണ് ഇപ്പൊ അവസാനം എത്തിപ്പെട്ടത്. ഞങ്ങളെ വാദം ബിദ്അത്ത് ആയാൽ തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോ നല്ലതായിട്ടും കാര്യമില്ല, ചീത്തയായിട്ടും കാര്യമില്ല, സംഗതി ബിദ്അത്താണല്ലോ. അവിടെ തന്നെ പൊളിഞ്ഞു. പിന്നുള്ളൊരു പ്രശ്നം അൽമനാറിലുണ്ട്, റസൂല് പഠിപ്പിക്കുകയോ റസൂല് ചെയ്യുകയോ ചെയ്യാത്തത് ബിദ്അത്താണ്. ഞങ്ങൾ എഴുതി റസൂല് പഠിപ്പിക്കാത്തതും സഹാബത്തും താബികളും ആചരിക്കാത്തതും ഇമാമിങ്ങൾക്ക് പോലും പരിചയമില്ലാത്തതുമാണ്, അതിനാൽ ബിദ്അത്താണ്. അപ്പൊ ഏതായാലും ബിദ്അത്തായി. റസൂല് പഠിപ്പിക്കാൻ തന്നെ ബിദ്അത്താണ്. പിന്നെ സഹാബത്തും ഇല്ല, താബികളും ഇല്ല, ഇമാമിങ്ങളും ഇല്ല. അപ്പൊ എന്തായിരുന്നാലും ബിദ്അത്ത് തന്നെ, ഒരു സംശയവും. അപ്പൊ എന്തായിരുന്നാലും ശരി, ഈ ഒരു ആഘോഷം അല്ലാഹു റസൂലിന് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, തബഉ താബികൾക്ക് പരിചയമില്ല, 4 മദ്ഹബിലെ ഇമാമിങ്ങൾക്കും പരിചയമില്ല. ഇനി അവിടുന്ന് ഇങ്ങോട്ട് ഇനി അല്ലാണ്ട് ഓർക്കൊന്നും പരിചയമില്ല. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ സൂഫികൾ കൊണ്ടുവന്ന ഏർപ്പാടല്ലാതെ, അല്ലെങ്കിൽ തൊട്ടു മുമ്പ് ഫാത്തിമിയാക്കളെ ഷിയാക്കളെ ആചരിച്ച ആചാരമല്ലാതെ അതിനപ്പുറത്ത് അഹ്ലുസുന്നക്ക് അത് പരിചയമില്ല. അതുകൊണ്ടാണല്ലോ വായിച്ചപ്പോ ആകെ വായിക്കാൻ കിട്ടിയ ഇമാമേര ബറൂസവി. എന്റെ അപ്പുറം വായിക്കാഞ്ഞു ഇസ്മായിൽ ഹിക്കി അൽ ബറൂസവി. നിങ്ങൾ പണ്ട് മണ്ണാർക്കാട് നിന്ന് വായിച്ചപ്പോ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ നല്ല നിങ്ങൾക്ക് കാന്തപുരത്തിന്റെ ബുക്ക് വായിക്കാൻ നല്ലത്. ആ മറുപടി ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത്, അന്ന് പറഞ്ഞ മറുപടി. അപ്പൊ അതേ മറുപടി ഇപ്പോഴും പിടിച്ചോളി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇമാമിങ്ങൾ 60 അല്ല, അതിനപ്പുറത്തും കിട്ടും ഇങ്ങനത്തെവരാണ് ഇമാമിങ്ങളെങ്കിൽ. നേരെ മറിച്ച് ഞങ്ങളുടെ വാദം കൃത്യമായി നിങ്ങളുടെ അവതരണത്തിൽ തന്നെ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. സ്വഹാബത്തിന് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, തബഉ താബിഈങ്ങൾക്ക് പരിചയമില്ല, ഇമാമിങ്ങൾക്ക് പരിചയമില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെയും, അപ്പൊ സങ്കല്പിക്കണ്ട, അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി സങ്കല്പിക്കാം എങ്ങനെ? അല്ല നിങ്ങൾ തെളിയിക്ക്, അപ്പൊ നമുക്ക് സങ്കല്പിക്കാം. ഒരു പരിചയമുണ്ട്, തെളിയിക്കുകയാണെങ്കിൽ സങ്കല്പത്തിന്റെ ആവശ്യമുള്ളൂ. ഇത് യാഥാർത്ഥ്യമാണ്, അവരാരും പഠിപ്പിച്ചിട്ടില്ല. മാത്രവുമല്ല പരിശുദ്ധ ഇസ്ലാമിലെ മുഴുവൻ കാര്യങ്ങളും, സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ ഉതകുന്ന, നരകത്തിന് രക്ഷപ്പെടാൻ ഉതകുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഓരോ മുസ്ലിമും വിശ്വസിക്കുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തും സമാനമായ ആയത്തുകളും ധാരാളം പറഞ്ഞ ഹദീസുകളുമെല്ലാം അക്കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഇന്നേ ദിവസം ഇസ്ലാമിനെ ദീനായി പൂർണ്ണമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നുവെന്ന ആയത്തിലൂടെ ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കാര്യമെങ്കിലും ആ റസൂൽ പഠിപ്പിക്കാത്തത് ബാക്കിയുണ്ട് എന്ന് പറയാൻ ആ റസൂലിനെ സ്നേഹിക്കുന്ന ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്നത് തീർച്ചയാണ്. റസൂല് പഠിപ്പിക്കാത്തൊരു പുണ്യം പിന്നെ ഭാവിയിൽ ഉണ്ടാവുകയോ അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്തൊരു ഇബാദത്ത് പിന്നെ ഉണ്ടാവുകയോ അതിനൊരിക്കലും സംഘടന ഉണ്ടാക്കലും അതേപോലെ സമ്മേളനം നടത്തലും മുടി കൊണ്ടുവരലും പാത്രം കൊണ്ടുവരലും അതൊന്നും അതിന് തെളിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അതൊക്കെ പലരും പല രൂപത്തിലുണ്ടാവാം. അതേസമയം ആ വകുപ്പിലാണോ നബിദിനാഘോഷം ഞങ്ങളെ വ്യക്തമാക്കിയാൽ മതി, അത്രേ ഉള്ളൂ എന്നാണെങ്കിൽ
അത്രയേ ഉള്ളൂ നബിദിനാഘോഷത്തിന് എന്നാണെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നത് പോലെ എത്ര ആളും ആവാം, എങ്ങനെയാവാ, എപ്പോഴും ആവാ, ഏത് രൂപത്തിലും ആവാ, പ്രത്യേകിച്ച് സവിശേഷത ഒന്നുമില്ല എന്നാണോ നബിദിനാഘോഷത്തിനുമുള്ളത് എങ്കിൽ അത് വ്യക്തമാക്കി പറഞ്ഞോളൂ. അപ്പൊ പ്രശ്നം തീർന്നു, പ്രശ്നം തീരും അവിടെ. അതല്ല, റബീഉൽ 12 നിങ്ങൾ സവിശേഷത കൽപ്പിക്കുകയും അന്നത്തെ ഓരോ ആചാരത്തിനും പ്രത്യേകമായി പുണ്യം കൽപ്പിക്കുകയും അതിന് പ്രത്യേകമായ രീതി ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അത് ദീനിൽ ബിദ്അത്തായി മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അങ്ങേയറ്റം സ്നേഹിച്ച അവിടുത്തെ സ്വഹാബിമാർ, അതേപോലെ തൊട്ടുടനെ വന്ന താബിഉകൾ, അവരാരും ഒരുപാട് റബീഉൽ അവ്വൽ മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടും ആ മാസങ്ങൾ പ്രത്യേകിച്ച് വല്ലതും ചെയ്തതായി ഇവിടെയും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ആകെ പറഞ്ഞത് വജബ ശുക്രു അലൈനാ എന്ന പാട്ടുപാടിന, അതിന് ഞാൻ വിശദീകരിച്ചു തരാം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബിമാർ പ്രവാചക കാലശേഷം 100 കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട്. ആ 100 കൊല്ലങ്ങളിൽ റബീഉൽ അവ്വൽ മാസങ്ങൾ ആവർത്തിച്ച് വന്നപ്പോഴും ഒരൊറ്റ സ്വഹാബി എന്തെങ്കിലും ഒന്ന് ചെയ്തതായി നിങ്ങൾ തെളിയിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തർക്കം അവസാനിക്കും, ഒരു സംശയം ആ വിഷയത്തിലില്ല. അതേപോലെ പ്രവാചകന്റെ കാലശേഷം താബിഈങ്ങൾ ജീവിച്ചിട്ടുണ്ട് സ്വഹാബത്തിന്റെ ശേഷം, അവർക്കും അത് പരിചയമില്ല. ഈ സ്വഹാബത്തിൽ തന്നെ പ്രവാചകന്റെ ഭാര്യമാർ 50 കൊല്ലത്തിലേറെ ജീവിച്ച ഭാര്യമാരുണ്ട് പ്രവാചകന്റെ കാലശേഷം. അതുപോലെ പ്രവാചക സ്വഹാബിമാരിൽ 4 ഖലീഫമാർ അങ്ങേറ്റം പ്രവാചകനെ സ്നേഹിച്ച പ്രവാചക മരുമക്കളും പ്രവാചക മോശന്മാരുമായ ആ ഖലീഫമാർ 30 കൊല്ലക്കാലം ഭരണം നടത്തിയിട്ട് ആ ഭരണകാലങ്ങളിൽ റബീഉൽ അവ്വൽ മാസം ആവർത്തിച്ചു വരുമ്പോൾ വല്ലതും ഒന്ന് ചെയ്തത് ഇല്ല, കാണിക്ക സാധ്യമല്ല. ആര് വന്നാലും ശരി, എത്ര ഇമാമിങ്ങൾ പേര് വായിച്ചാലും ശരി, ഒരിക്കലും അത് തെളിവ് നിങ്ങൾക്ക് കാണിക്കുക സാധ്യമല്ല എന്ന് നിങ്ങൾ അവതത്തിൽ ഒന്നുകൂടി ബോധ്യമായിരിക്കുകയാണ്. നേരെ മറിച്ച് റഹ്മത്താണ്, ശുക്റാണ്, ദിക്റാണ്, ആർക്കാ തർക്കമുള്ളത്? അല്ലാഹു റഹ്മത്താണോ അല്ലേ എന്നാണോ നമ്മളെ വാദം? അതിലാണെങ്കിൽ നിങ്ങളെക്കാളേറെ ഒരു പടി കൂടി കടന്നു ഞങ്ങൾ പറയുന്നു റഹ്മത്തുൽ ആലമീനാണ്, ലോകർക്ക് മുഴുവനും റഹ്മത്താണ്. ഖുർആൻ തന്നെ വ്യക്തമാക്കിയതാണ്, ഒരു സംശയവുമില്ല. ഇനി ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി എന്ന ആയത്താണോ ആർക്കാ തർക്കമുള്ളത്? അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹ് പഠിപ്പിച്ചു, അള്ളാഹു റസൂൽ പഠിപ്പിച്ചു, ഒരു തർക്കവും ആ വിഷയത്തിലില്ല. പക്ഷെ അത് നബിദിനാഘോഷത്തിന് തെളിവാണോ? ആണെങ്കിൽ, അത് നബിദിനാഘോഷത്തിന് തെളിവാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ടി വരും അള്ളാഹുവിന്റെ റസൂല് ആ ആയത്ത് പ്രാവർത്തികമാക്കിയില്ല. കാരണം നബിനോടാണല്ലോ പറഞ്ഞത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ ഒരു ഫറഹ് റബീഉൽ അവ്വൽ 12 വന്നപ്പോ ഇതാ ഞാൻ റഹ്മത്താണ് കേട്ടോ, ഞാൻ ജനിച്ച മാസമാണ്, ദിവസമാണ്, വരൂ ആഘോഷിക്കൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ അത് ന്യായമാണെന്ന് പറയാമായിരുന്നു. ആ ആയത്ത് അല്ലാഹു റസൂൽ ഓതിക്കൊടുത്തത് സ്വഹാബാ കിറാമിനാണ്, അവരോടാണ് പറയാൻ പറഞ്ഞത്. ഖുൽ പറയൂ നബിയെ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു. നബി ഇത് ഓതിക്കൊടുത്തത് സ്വഹാബത്തിനാണ്. ആ സ്വഹാബത്ത് ഈ ആയത്ത് പ്രാവർത്തികമാക്കിയില്ല എന്ന് നിങ്ങൾ പറയുമ്പോ 100 കൊല്ലത്തോളം ജീവിച്ചിട്ട് ഒരൊറ്റ സ്വഹാബിയും ഈ ആയത്തുണ്ടായിട്ടും റബീഉൽ അവ്വൽ മാസം വന്നപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ അത് ന്യായമാണെന്ന് പറയാമായിരുന്നു. അതുമില്ലല്ലോ. അപ്പൊ ഏതായിരുന്നാലും ആ ആയത്തിന് നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം ദുർവ്യാഖ്യാനമാണ് എന്ന് അതോടെ വ്യക്തമാവുകയാണ്. അല്ലെങ്കിൽ പിന്നെ സ്വഹാബത്തും താബികൾക്കൊന്നും ആയത്ത് മനസ്സിലായിട്ടില്ല, അവരതും പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും. അത് പറയുന്നുവെങ്കിലൊക്കെ ബാക്കി നമുക്ക് അപ്പാലോചിക്കാം. ഏതായിരുന്നാലും ശരി, പ്രവാചകന്റെ കൂടെ ജീവിച്ച അവിടുത്തെ സ്വഹാബാ കിറാം, ശേഷം സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ച താബിഉകൾ, താബിഉകളിൽ നിന്ന് മതം പഠിച്ച തബഉ താബികൾ, അവരാരും റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ പ്രവാചകന്റെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്തതായി എവിടെയും രേഖയില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലാഹു റസൂൽ മദീനത്തേക്ക് വന്നപ്പോൾ പാട്ടുപാടി അവർ സ്വീകരിച്ചുവെന്നാണ്. തീർച്ചയല്ലേ, റസൂൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ നമ്മളും സ്വീകരിക്കും. എന്താ സംശയമുള്ളത്? റസൂൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളും സ്വീകരിക്കും. പാട്ടുപാടി മാത്രമല്ല, റസൂൽ തന്നെ മാലട്ട് സ്വീകരിക്കും, ഒരു സംശയമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ, ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ ആ ഹബീബിനെ സ്വീകരിക്കാൻ ആർക്കാ പ്രയാസമുള്ളത്? അതാണോ ഇവിടെ വിഷയം? അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ പറയുന്ന പോലെ ഇപ്പൊ മർക്കസിലും അവിടെയൊക്കെ വരുന്നുണ്ടാകും, ഖസ്റജിയോട് പറയുന്നുണ്ടാകും, ഇതവിടെ കൊടുത്തേക്ക് പറയുന്നുണ്ടാകും. ആ വക വരവല്ലാതെ വേറെ എവിടെയാ? അതും ഇതും എങ്ങനെയാണ് കൂട്ടരെ താരതമ്യം ചെയ്യാൻ കഴിയുക? അപ്പൊ ആ വക ഏതെങ്കിലും ഒന്നെടുത്തിട്ട് അതിങ്ങോട്ട് ദുർവ്യാഖ്യാനിച്ച് അത് തെളിവാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങള് അതേതായാലും വിലപ്പോവില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്ന് ഞാൻ വിചാരിച്ചു. മൻ സന്നഫിൽ ഇസ്ലാമി ബിദ്അത്തൻ ഹസന ഹദീസ് ഉണ്ടെന്ന് വായിക്കുന്ന ഞാൻ വിചാരിച്ചത്. തെളിവ് പറഞ്ഞ എന്തിനാണ്? ബിദ്അത്തൻ ഹസനക്ക് നല്ല ബിദ്അത്ത് ഉണ്ട്. തെളിവേതാ? മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന.
അതല്ല മുസ്ലിയാരെ, അപ്പുറന്ന് വായിച്ചോളി. മൻ സന്ന ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ ഹസനാണ് ഹദീസ് ഉണ്ടോ? ഫൈസൽ ഹസനിക്ക് വായിക്കാലോ, എന്നാ തർക്കം തീരും. അങ്ങനെ ഒറ്റ ഹദീസ് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. മൻ സന്ന ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ ഹസന എന്നൊരു ഹദീസ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ പിന്നെ തർക്കമില്ല, സമ്മതിച്ചല്ല, ഇത് ബിദ്അത്തൻ ഹസനയാണ്. ഏതായിരുന്നാലും ഈ ഹദീസൊക്കെ പറഞ്ഞിട്ടും ഈ ആയത്തൊക്കെ ഓതിയിട്ടും ഈ വജബ ശുക്രൊക്കെ പറഞ്ഞിട്ടും എന്നിട്ടും ഫൈസൽ ഹസനിക്ക് പറയാൻ ധൈര്യപ്പെട്ട് കിട്ടിയെന്താ? നല്ല ബിദ്അത്താണ് എന്നാ. എന്നിട്ട് പോലും ഇത് ഫർളാണ് എന്നോ അതല്ലെങ്കിൽ സുന്നത്താണ് എന്ന് പോലും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ പറയാൻ നോക്കി സുന്നത്തായ ബിദ്അത്താണ് എന്ന് വാദിച്ചാലും തരക്കിടുന്നില്ല എന്നാ. എന്താ ഈ സുന്നത്തായ ബിദ്അത്ത്? സുന്നത്തായ ബിദ്അത്ത് സുന്നത്തായ ബിദ്അത്താണ് എന്ന് വാദിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതും വാദിക്കണില്ല, അർത്ഥം അതും വാദിക്കണില്ല. അങ്ങനെ വാദിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാ. അത് പോരാ, നിങ്ങൾ വ്യക്തമായി പറയ്, അങ്ങനെ ഒന്നുണ്ടോ എന്നാ പറഞ്ഞോളൂ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ ആയത്ത് ഹദീസൊക്കെ ഉണ്ടായിട്ട് പിന്നെന്തേ ഫൈസൽ ഹസനി ഇതൊക്കെ ഉണ്ടായിട്ടും ബിദ്അത്തായി? കുൽബി ഫദിലാഹി റഹ്മത്തിന് ആയത്തുണ്ടെന്ന് പറഞ്ഞു. റഹ്മത്തുൽ ആലമീനാണെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ തമ്മിൽ ഒരുപാട് ആയത്തുകൾ